തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. ചിലപ്പാറ അരുവിപ്പുറം സ്വദേശി ദിവ്യ ചന്ദ്രനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഭർത്താവ് രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ദുലേഖ രേണുണ്ട് വിവരങ്ങളുമായി. ഇന്ദുലേഖ, എങ്ങനെയായിരുന്നു സംഭവം? മോദി, ഈ സംഭവം നടക്കുന്നത് വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. രാത്രി ഏകദേശം ഒരു 11:30യോടുകൂടി നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് വിളപ്പിൽശാല പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. അപ്പോഴാണ് മർദ്ദിച്ച് അവശയായി ബോധരഹിതയായ നിലയിൽ 25 വയസ്സുകാരി വിദ്യാചന്ദ്രനെ പോലീസ് കാണുന്നത്. ഉടൻ തന്നെ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇവരുടെ രണ്ടാം ഭർത്താവ് രതീഷിനൊപ്പമാണ് ഇവരിപ്പോൾ താമസം. 2 വർഷം മുൻപ് ഭർത്താവുമായി പിരിഞ്ഞ് ഇയാളോടൊപ്പം താമസം തുടങ്ങിയതാണ്. 2 കുട്ടികളുമുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കത്തിനിടയിൽ മർദ്ദനമേറ്റതാവാം എന്നാണ് നിഗമനം. എന്തായാലും രണ്ടാം ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ മർദ്ദിച്ചതാണോ മറ്റേതെങ്കിലും തരത്തിലാണോ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. നിലവിൽ എന്തായാലും മെഡിക്കൽ കോളേജിലാണ് വിദ്യാചന്ദ്രന്റെ മൃതദേഹം ഉള്ളത്. മോത്തി.